ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ളോഗ്സ്. ഇന്ന് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഷാസ് ഫോറം മോളിൽ ദുരന്തർ കാണാൻ പോയിട്ടുണ്ട്. സോ ഞാൻ അവനെ പിക്ക് ചെയ്യാൻ പോവാണ്. അതിൻ്റെ കൂടെ എനിക്ക് അറിഞ്ഞൂടാ ഫോറം മോളിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാനുള്ള പ്ലാൻ ഉണ്ടോ എന്നും അറിയത്തില്ല. നോക്കട്ടെ, അവിടെ ചെല്ലുമ്പോൾ അറിയാം ഗൈസ്. സോ ഇന്ന് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ. പക്ഷെ ഞാനതൊരു വ്ളോഗ് രീതിയിൽ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഒരു ഡെയിലി വ്ളോഗ് പോലെ ട്രൈ ഔട്ട് ചെയ്യുന്നതാണ്. ലെറ്റ് സി ഗൈസ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എൻ്റെ വെയിറ്റ് നോക്കി ഗൈസ്, പേടിയായി. ഇത്രയും വെയിറ്റ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് ഇനി ഞാൻ ഇത്തിരി മൈൻഡ്ഫുൾ ആവാൻ തീരുമാനിച്ചു. ഞാൻ കുറേ നാളായി വെയിറ്റ് നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കറിയായിരുന്നു വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഒന്നും തിന്നില്ല എന്നുള്ളത്. സോ ഗൈസ്, ഇനി മുതൽ ഞാൻ ഹെൽത്തി കുട്ടനാവാനുള്ള പ്ലാൻ ഞാൻ എടുത്തിരിക്കുകയാണ്. എല്ലാം ഇച്ചിരി ഞാൻ ടേസ്റ്റ് ചെയ്യും ചിലപ്പോൾ ഞാൻ ഈ പുറത്തിറങ്ങി കഴിഞ്ഞാൽ. അല്ലാതെ ഞാൻ ഇനി ഫുൾ ഫ്ലഡ് ഈറ്റിംഗ് ഇല്ല ഗൈസ്. എല്ലാം ടേസ്റ്റ് നോക്കുന്നതെന്നുള്ളൊരു സംഭവം അല്ലാതെ ആഞ്ഞുള്ള തീറ്റി ഇനിയില്ല. ഇതിനുള്ള ജിമ്മിലും കയറണം ഗൈസ് പതുക്കെ. അത് ഞാൻ വീട്ടിൻ്റെ താഴെയുള്ള ജിമ്മിൽ തന്നെ ജസ്റ്റ് ഒന്ന് പോയി ഒന്ന് വാമപ്പും കാർഡിയോയും സംഭവങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞൊന്ന് സെറ്റായിട്ട് ജിമ്മിലോട്ട് കയറാം. സ്മോൾ സ്റ്റെപ്സ് എന്നുള്ള സെറ്റപ്പിൽ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ബിക്കോസ് ഇല്ലെങ്കിൽ ശരിയാവില്ല. ദാറ്റ്സ് എ പ്രോബ്ലം. അപ്പോൾ എന്തായാലും ഗൈസ്, നമുക്ക് ആദ്യം ഫോറത്തിലോട്ട് പോവാം. പുതിയ മൈക്കാണ്, മറ്റേ LR-K1 ചെറിയ മൈക്കാണ് കേട്ടോ. അത്യാവശ്യം സൗണ്ട് ക്വാളിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇതിൻ്റെ ഔട്ട് കേൾക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പം എന്തായാലും ഫോറത്ത് വെച്ച് കാണാം. ടാറ്റ. അങ്ങനെ നമ്മൾ ഫോറം മോളിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ പോയി ഷാസിനെ ഒന്ന് കണ്ടുപിടിക്കട്ടെ. സ്റ്റാർബക്സിൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. സോ സ്റ്റാർബക്സ് വരെ പോയിട്ട് അവനവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നോക്കിയിട്ട് വരാം ഗൈസ്. അങ്ങനെ നമ്മൾ കണ്ടുമുട്ടിയിരിക്കുകയാണ് ഗൈസ്. ഷസാം ഒളിച്ചിരുന്ന് കാപ്പി കുടിക്കുന്ന ഷസാമിനെ കിട്ടിയിരിക്കുകയാണ് സ്റ്റാർബക്സ് ലുലു അല്ലല്ല ഫോറം മോളിൽ. അതിൻ്റെ സ്നാനും എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് വരാം ബൈ. നമ്മൾ ഫോറത്തിൽ ഇതെന്തോ പാവക്കടയാണ്. വുഡ്ലാൻഡ്സാ ഇതോ അവിടെ അങ്ങറ്റം അല്ല, അതിന്റെ തൊട്ടടുത്ത് എന്താ പറയാ ഹാംലീസിന്റെ സാധനം അല്ലേ. ന്യൂ ബാലൻസ് താളാ ഗൈസ്. നമ്മൾ ന്യൂ ബാലൻസിലോട്ട് പോവുകയാണ് പുതിയൊരു ഷൂസ് വാങ്ങിക്കാൻ. നമുക്ക് കയറി നിനക്കല്ലേ എനിക്ക് ഒരു 10 ന്യൂ ബാലൻസ് ഉള്ള എവൻ എന്തിന് പുതിയ ഷൂസ്. ഞാൻ വാങ്ങിച്ചോളാം ഗൈസ് പുതിയത്. ലെറ്റ് സി. കുറെ പുതിയത് വന്നിട്ടുണ്ടല്ലോ. ലെറ്റ് സി ഗൈസ്, ന്യൂ കളക്ഷൻ. ഞാൻ പോയി നോക്കിയിട്ട് വരാം ഗൈസ്. എങ്ങനെയുണ്ട് ഗൈസ് ഈ ഷൂസ്? കൊള്ളാവോ? അയ്യോ എന്താ മൊത്തം ഒരുമാതിരി പിങ്കും സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. കാണാൻ പക്ഷെ ഒരു ഫങ്കി ലുക്കുണ്ട്. നോക്കട്ടെ, അവനെ ചോദിച്ചാൽ എന്തെങ്ങനെയുണ്ടാ? കട്ട ഫെങ്കി ലുക്കാണോ? എനിക്ക് എപ്പോഴും ഇടണം അങ്ങനത്തെ ഒരു കളറാണ് ഞാൻ തോന്നുന്നു. ഞാൻ വേറെ ഓപ്ഷൻ നോക്കട്ടെ. എനിക്ക് ഈ ഷൂസ് ഇഷ്ടപ്പെട്ടു, പക്ഷെ എൻ്റെ സൈസ് കിട്ടിയില്ല. ജസ്റ്റ് ഒരു സൈസിന് മിസ്. രസമുണ്ടായിരുന്നു സാധനം കാണാൻ. ഇപ്പം സത്യം പറഞ്ഞാൽ ഇതാണ് എൻ്റെ മൈൻഡിലുള്ളത്. പക്ഷെ കുറച്ച് പിങ്ക് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ കൺഫ്യൂഷനിലാണ്. ലെറ്റ്സ് സീ. പിന്നെ ഉള്ളത് ഈ ബ്ലാക്ക് ആണ് ഗൈസ്. ഈ ഒരു സാധനം ബ്ലാക്കും വൈറ്റും സിമ്പിൾ സാധനം ഞാൻ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ട് ഗൈസ്. ഉള്ള ഗൈസ് ഈ ഒരു ഷൂസാണ്. ഇതെങ്ങനെയുണ്ടെന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. കണ്ടിട്ട് കൊള്ളാം. ഞാൻ കൂടുതലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷൂസാണ് ഗൈസ് ഇടുന്നത്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. വാങ്ങിച്ചാലോ? ഒരു ക്ലാസിക് ലുക്ക് ഉണ്ടല്ലേ. ഇതെടുക്കാം ഗൈസ്. ഞാൻ വലിയ വിലയില്ല, ഇപ്പോൾ സെയിൽ കിടക്കുകയാണ്. ഇപ്പം സെയിൽ നടക്കുന്നത് കൊണ്ട് അത്യാവശ്യം നല്ല 8 രൂപ എല്ലാത്തിനും സെയിലുണ്ട് ഗൈസ്. രസമുണ്ടോ? അങ്ങനെയുണ്ട്. അതാണ് ഞാനിന്ന് സിമ്പിളാണ് സാധനം. എനിക്കറിയാം. ട്യൂബ്ലൈറ്റ് ഉണ്ട് ഫ്ലിക്കർ ചെയ്യണത്. ഞാൻ അവസാനം ഇത് തന്നെ എടുത്താലോ എന്ന് ആലോചിക്കുകയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ കൂടെ എൻ്റെ അടിയിൽ കുറച്ച് പിങ്ക് പോലത്തെ ഒരു സാധനം കളറുണ്ട്. പക്ഷെ രസമുണ്ട് കേട്ടോ. കാലിൽ അതിങ്ങനെ കിടക്കണത് അറിയും. എന്താ പറയുന്നത് ഗൈസ്? എടുക്കണോ? എടുക്കാല്ലേ? സംഭവം കാണാൻ രസമുണ്ട്. അത്യാവശ്യം ഗുമ്മുണ്ട്. നൈസ്. ഏത് ഷൂസ്? ആ ഷൂസ് എൻ്റെ ഷൂസാ. ഈ ഷൂസ് ആരുടെ കയ്യിലും ഇല്ലെന്നാണ് അവൻ പറയുന്നത്. ഞാൻ വിചാരിക്കുന്നത് ഇത് തന്നെ എടുക്കാം. ഓക്കെ, ഇത് കേട്ടോണ്ട് നടക്കുന്നതായിരിക്കും. പട്ടിഷോ. ബൈ ഗൈസ്. ഗൈസ്, ഈ ഷൂസാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം കൊള്ളാം. അത് കുറച്ച് ഇട്ട് യൂസ് ടു ആവണമെന്നുള്ളു. മഞ്ഞയും പച്ചയും പിങ്കും എല്ലാം ഉണ്ട് ഈ കളർ. അവരുടെ പേരെന്താ? ജയസൂര്യ. എനിക്ക് വയ്യ ഗൈസ്. പുള്ളിയുടെ പേര് ജയസൂര്യ എന്നാണ്. കൊള്ളാം. നൈസ്. വെരി വെറൈറ്റി നെയിം. വെറൈറ്റി എന്ന് പറഞ്ഞല്ല, നമ്മളെ നടൻ ജയസൂര്യ ഉണ്ട്, ക്രിക്കറ്റർ ജയസൂര്യ ഉണ്ട്. ഞാനും കണ്ടിട്ടില്ല. ആദ്യമായിട്ട് അങ്ങനെ ഗൈസ് ജയസൂര്യ
കണ്ടിരിക്കുകയാണ്. റൺ യുവർ വേ. ഇങ്ങനെ വേണം കമ്പനികളായ. മറ്റേ ഒണിച്ചുക ടൈഗറിൽ പോയപ്പോൾ അമ്മ ജപ്പാനി വിളിക്കണമെന്നൊക്കെ പറഞ്ഞതാണ്. സോറി തെണ്ടികളായിരുന്നു ഗൈസ്. നമ്മൾ ഒണിച്ചുക ടൈഗർ പോയപ്പോൾ അമ്മമാർക്ക് ജപ്പാനി വിളിക്കണം. വീഡിയോ എടുക്കാൻ പറ്റൂല, ഫോട്ടോ എടുക്കാൻ പറ്റൂല. എന്താ നമ്മൾ നാട്ടിൽ കണ്ട ഒരു പ്രശ്നമില്ല, ആൾക്കാർ ചില്ലാണ്. അത്രയും നല്ല അടിപൊളി ഷോറൂമൊക്കെ നമുക്ക് വീഡിയോയിൽ കാണിച്ചു കഴിഞ്ഞാൽ എന്തോടെ പ്രശ്നം. ഇത് പറഞ്ഞില്ലേ, അന്ന് എടുത്ത ഷൂസാണ് ഈ കാണുന്നത്. അത് കുഴപ്പമില്ല, ഞാൻ ഡയലോഗ് പറഞ്ഞുകൊണ്ട് മറ്റേ യൂട്യൂബ് തന്നെ അത് മാറ്റി തരുമല്ലോ പാട്ട്. അങ്ങനെയൊക്കെ പുതിയ സംഭവങ്ങളുണ്ട്. ശരി ഗൈസ്, നമ്മളൊന്ന് ഇറങ്ങിയിട്ട് വരാം. ബൈ. ഹാംലേസിന്റെ കാർണിവൽ ഇറങ്ങിയാണ് ഗൈസ്. ആർക്കെങ്കിലും ബൊമ്മയോ കരടിയോ വാങ്ങിക്കാനുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. അതെ, കൊരടി ബൊമ്മ. ഓ, നിന്റെ മൈക്കാൻ തന്നില്ല അല്ലേ? കേസ് നീ വെക്കേണ്ടി വരും. പോയതിന്റെ കേസ് നമ്മൾ കാറൊന്ന് ഇത് ചെയ്തിട്ട് വരാം. ഞാൻ പാതി കഥയൊക്കെ പറഞ്ഞിട്ട് നോക്കിയപ്പോൾ ഫോൺ ഓൺ ആക്കിയിട്ടില്ലേ? അല്ല, അത് ഓണാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞോ. ഓക്കെ ഗൈസ്, നമ്മൾ ഷൂസ് എവിടെ ന്യൂ ബാലൻസ് ഒക്കെ വാങ്ങിച്ചിറങ്ങിയിരിക്കുകയാണ്. ഒരു മൾട്ടി കളർ വണ്ടർ. അതൊക്കെ ഇട്ടോണ്ട് നോക്കിയോ. ഞാൻ ഇനി നടക്കുമ്പോൾ ആൾക്കാർ എന്റെ കാലിലോട്ട് നോക്കും ഗൈസ്. അതാണ് സീൻ. ലെറ്റ്സ് സീ. അപ്പൊ അങ്ങനെ നമ്മൾ അടുത്തിനി എങ്ങോട്ടാണ്? അപ്പൊ വീട്ടിൽ പോണം ഗൈസ്. ബൈ. ഇങ്ങനെ ഗൈസ് നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റിൽ വന്നിരിക്കുകയാണ്. ഇവിടെ പുതിയ മെനു വന്നിട്ടുണ്ട്, ക്രിസ്മസ് മെനു. ഇത് എപ്പോഴും യൂഷ്വലി അവർ ക്രിസ്മസ് ടൈമിലായിരുന്നു. സ്പൈസ്ഡ് ഹോട്ട് ചോക്ലേറ്റ്, പാനട്ടോൺ ഫ്രഞ്ച് ടോസ്റ്റ്. ഇത് നല്ല അടിപൊളി സാധനമാണ്. എൻ്റെ ഭയങ്കര ഫേവറേറ്റ് സാധനമാണ്. പിന്നെ നമ്മളിപ്പോൾ ഇത് പറയാൻ വിചാരിച്ചു, സ്മോക്ക്ഡ് ചിക്കൻ ക്രോസോൺ സാൻഡ്വിച്ച്. ഇതും എല്ലാ സീസണിലും ഈ സാധനം അവർ മെനുവിൽ കൊണ്ടുവരും. സ്മോക്ക്ഡ് ചിക്കനാ അപ്പൊ കഴിച്ചിട്ടുണ്ടോ? ഓ, ഞാൻ കഴിച്ചിട്ടുണ്ട്. അത് സ്വീറ്റ് ജാം പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ട് അതിനകത്ത്. അതായത് സാധാരണ പാസ്തയോ സാൻഡ്വിച്ച് എന്തെങ്കിലും പോകണം, അത് മതിയാ. അപ്പോൾ ഗൈസ്, നമ്മൾ എന്തെങ്കിലും ഓർഡർ ചെയ്തിട്ട് വരാം. ബൈ. എവന്റെ ഫേവറേറ്റ് സാധനമാണ്. അത് നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റിലെ ഓൾ ഇൻ ഓൾ ആണ്. പേരെങ്ങനെയായിരുന്നു? സുജ. ഫ്രഞ്ച് ടോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിയാണ് ബ്രാൻഡ് അംബാസഡർ. വേറെ ലെവലാണ് കേട്ടാ പുള്ളിക്കാരി. ഫേമസ്. കാര്യമില്ല, എന്തായാലും ഫേമസ് ആണ്. ആണ്ട് എവന്ന് മടമട കഴിക്കണോ ഗൈസ്. ആ സാധനം അവിടെ വന്നിട്ട് എനിക്ക് വേണോന്ന് പോലും ചോദിക്കാതെ തിന്നു. സൂപ്പർ. ഒന്നുമില്ല. വന്ന് ചിക്കൻ ചൈനീസ് ചട്നി ചിക്കനാ. ചിക്കൻ ചട്നി, ചീസും ചട്നി. ചീസും ചട്നിയുടെ ഒരു പാവം ബണ്ണ് കിട്ടും ഇവിടെ. അതാണ് ഞാൻ വാങ്ങിച്ചു തിന്നത് എപ്പോഴും. ഇവിടുത്തെ ഫേവറേറ്റ് ആണ് അല്ല. ഞാൻ ഒരു പെയിനോ ചോക്ലേറ്റ് പറഞ്ഞു. ക്രിസ്പിയാണ്. ഇത് ഒരുമാതിരി പംകിൻ കീസ്. പംകിൻ വെച്ചിട്ടുണ്ട കീസ്. അപ്പോഴില്ലേ, പംകിൻ ഇഷ്ടമില്ലെങ്കിൽ മുട്ട. അതാണ് കീസ് എന്ന് പറയുന്നത്. പിന്നെ മുട്ട അല്ലാതെ അത് ബേക്ക്ഡ് ആണ്. കൊള്ളാം, നല്ല ടേസ്റ്റ് അല്ലേ. ഞാനും കഴിച്ചോട്ടെ ഗൈസ്. മുട്ട ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. കൊള്ളാം. പംകിന്റെ ഒരു സ്വീറ്റ്നെസ്സും മുട്ടയുടെ ഒരു എഗ്ഗിനെസ്സും. പംകിന്റെ സ്വീറ്റ്നെസ്സും മുട്ടയുടെ ഒരു എഗ്ഗിനെസ്സും. പിന്നെ മുട്ടയ്ക്ക് എഗ്ഗിനെസ് അല്ല, പിന്നെ വേറെ എന്തിനാണുള്ളത്? ആ ടേസ്റ്റ് ഒന്നുമല്ല, വൈറ്റ് ആണെന്നോ മുട്ടയുടെ വെള്ളര. പിന്നെ കഴിക്കാൻ പാടില്ല. നല്ല ടേസ്റ്റ്. ഇത് വെച്ച് തണുത്തു കേട്ടാ. വിറപ്പിക്കാൻ പറ, അല്ലെ ചൂടാക്കാൻ പറ. ചൂടാക്കിയാലത് ഇതായി പോയി. ക്രഞ്ചിനെസ് ഇല്ല, ഒന്നുമില്ല. പ്ലെയിൻ ഓഫ് ചോക്ലേറ്റ് റെലിഷ് ഇല്ല. പ്ലെയിൻ ഓഫ് ചോക്ലേറ്റ് ആണ് ദുബായ് ഞാൻ വാങ്ങിച്ചു തരാം, ബേക്കറിയിൽ നിന്ന്. BKRY. ഇപ്പൊ തൽക്കാലം എനിക്ക് പനമ്പള്ളി എനിക്ക്. പക്ഷെ അണ്ണ അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും കഴിക്കില്ല. അതോ പോലെ നമ്മളെ നാട്ടിൽ കിട്ടുന്ന സാധനം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തിന്നുക. റിലീഷിലും അല്ല ഗിഡിലും ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് ഒരു ചട്നിയും കൂടെ വാങ്ങിച്ചാലോ എന്ന് ആലോചിക്കും. അത് പറയാം, എനിക്കും വേണം കുറച്ച്. ചട്നി ചോക്ലേറ്റ് അടിപൊളിയാണ്. അകത്തെ ഫില്ലിങ് ഞാൻ കഴിക്കില്ല. തീർന്ന ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. അവിടെ എവിടെയൊക്കെ കുറച്ച് ചോക്ലേറ്റ് ഉള്ളൂ. ഇതിന്റെ അകത്തുള്ള ഫില്ലിങ് കുറച്ച് കുറവാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കുറച്ചുകൂടെ കൂട്ടാൻ വേണ്ടി ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചോക്ലേറ്റ് ആണ്. എന്തുണ്ട്, എത്രേ ഉള്ളൂ അത്. ചട്നി ചീസ് ആണ്. ഇതാണ് ഗൈസ് ചട്നി ചീസ് ചിൻജാങ്. ഇത് ചിക്കനാണ്, വെജിറ്റേറിയൻ. ഇതിന്റെ അകത്ത് ചട്നിയാണ്. യെസ്, ചട്നിയും ചീസും. യെസ്, അതിനാണ് ഈ ഹൈപ്പ്. യെസ്, നമ്മളെ ബൺ മസ്ക ഇപ്പൊ ഹൈപ്പ് ചെയ്യണ പോലത്തെ ചട്നിയും ചീസ് പാവം എന്നൊക്കെ പറഞ്ഞാൽ എല്ലായിടത്തും കിട്ടുന്നത്. നിങ്ങളത് കഴിക്കാൻ പോയില്ലല്ലോ ബൺ മസ്ക. കുഴപ്പമില്ലേ, സൂപ്പർ സാധനമാണ്. ഉമ്മയെ ആ ചീസിന്റെ ഒരു പുളിപ്പുണ്ട്. എനിക്കതിൽ ചീസ് ഇടേണ്ട ആവശ്യമില്ല, ചട്നി മാത്രമായാലും മതി. അങ്ങനെ ഗൈസ്, ഇവിടുത്തെ ക്രിസ്മസ് സ്പെഷ്യൽ ഹോട്ട് ചോക്ലേറ്റ്, സ്പൈസ്ഡ് ഹോട്ട് ചോക്ലേറ്റ്. എന്തൊക്കെ സ്പൈസസ് ഒക്കെ ചേർത്തിട്ടുള്ള സംഭവം.
ഇവിടെ ഹോട്ട് ചോക്ലേറ്റ് ഭയങ്കര ക്വാണ്ടിറ്റി കുറവാണ്. എല്ലായിടത്തും നല്ല ലാവിഷ് ആയിട്ട് കിട്ടുമ്പം ഇവിടെ ആക്ച്വലി ക്വാണ്ടിറ്റി ഇസ് വെരി ലെസ്. എത്ര കുടിച്ചാൽ മതി. അതുകൊണ്ടാണ് അമ്മാവായി ഒരു മഗ്ഗില് മറ്റേതൊരു മൊന്തയില് തരണോ ഹോട്ട് ചോക്ലേറ്റ്. എന്നാലും ഇത് ഹോട്ട് ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്ക് നല്ലപോലെ ഇത് കുടിക്കണം. ചോക്ലേറ്റ് എനിക്ക് ഡയറ്റ് ഓക്കെ, കുറച്ച് കുടിച്ചാൽ. പക്ഷേ കൊച്ചു പിള്ളേരൊക്കെ വന്നിട്ട് ഹോട്ട് ചോക്ലേറ്റ് ഈ ചെറുത് ആ കണ്ടെങ്കിൽ പിള്ളേർ ഇത്ര കുടിച്ചാൽ മതി. അവർ ഡിസപ്പോയിന്റഡ് ആവും. കൊച്ചു കുട്ടികൾക്കൊക്കെ ഇത്രേ പാടുള്ളൂ. ആമല്ലേ ഗൈസ്, ഭയങ്കര ചൊറിമാമനാണ് ഇവിടെ നമ്മളെ. കൊള്ളാം, നല്ല തിക്നെസ് ഉണ്ട്, ക്വാളിറ്റിയിലായിരിക്കും പൈസ. എന്തായാലും ഒന്ന് കുടിച്ചും കൂടാ നോക്കാം ഗൈസ്. ട്രൈ ഗൈസ്. കൊള്ളാം. ഹോട്ട് ചോക്ലേറ്റ് വല്ല ഉണ്ടല്ലേ? ഹോട്ട് ചോക്ലേറ്റ് വല്ല ഉണ്ടല്ല. ചിന്നമണും എന്തൊക്കെ സാധനങ്ങളുണ്ട്. എരിയുണ്ടോ? ചെറിയൊരു എനിക്ക് വേണ്ട. ഒരു സ്റ്റെപ്പ് അടിച്ചോ, ചുമ്മാ അയച്ചോ. ഒരു പ്രത്യേക ഒരു ക്രിസ്മസി ടേസ്റ്റ്, ഒരു സോക്സിന്റെ നാറ്റം. സോക്സിന്റെ നാറ്റമൊന്നുമില്ല, ഒരു ക്രിസ്മസ് ഫീലിംഗ് വരും അത് കുടിക്കുമ്പോൾ. സിന്നമൺ ഉണ്ട് എന്തായാലും അല്ലേ? സിനിമനേ ഉള്ളൂ. സിന്നമൺ മാത്രമല്ല, വേറെ എന്തൊക്കെയുണ്ട്. എനിക്ക് ചോക്ലേറ്റിന്റെ ഗ്രാമ്പും സിന്നമണും എല്ലാം ഉണ്ട്. സിനിമ മാത്രമേ ഉള്ളൂ അതിന്റെ അകത്ത്. സിനിമന്റെ ഫ്ലേവർ ആണ് ഭയങ്കരമായിട്ട് ഓവർ പവർ ചെയ്യണം. എന്തോ ഒരു ചെറിയ സ്പൈസ് മിക്സ് ആഡ് ചെയ്തിട്ടുണ്ട് അവര് ചോക്ലേറ്റ്. കൊള്ളൂല. അതിനോട് എന്തോ ക്രീമും ഉണ്ട്, പക്ഷെ ഹെവിയാണ്. ഓക്കെ, അപ്പൊ പിന്നെ ഇത്ര കപ്പ് വരെ മതിയല്ലേ? ഈ ചെറിയ കപ്പ് മതിയല്ലേ? ജയേഷ് ഭായ് कैसे हो? मेरे ब्लॉग है, सब ब्लॉग पे आप हैं हम. मेरा तो कब का है, नया ब्लॉग है. देखो आप सब्सक्राइब करो. कॉल मी फ्लैश ब्लॉग. कॉल मी फ्लैश सर. हाँ हेलो सर. गाइस, ഇത് ഫ്രഞ്ച് ടോസ്റ്റ് का ऑल इन ऑल ഇതാ സൂപ്പർ സ്റ്റാർ. ദുബായിലാണ്. ശരണ്ന്റെ വീഡിയോസിൽ എല്ലാരും കണ്ടു കാണും. പുള്ളി കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്യും അല്ലേ, ഷാറുഖ് ഖാനായിട്ട്. അപ്പൊ അങ്ങനെ ശരി ഗൈസ്, നമ്മളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. ക്രിസ്മസ് ട്രീ ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെൽക്കം നെവർ വ്ലോഗ് എന്നാണ്. നെഗറ്റിവിറ്റിയുടെ എന്തോ കഷ്ടം. അങ്ങനെ സാർ എന്തൊക്കെയുണ്ട് വിശേഷം? ഫ്രഞ്ച് ടോസ്റ്റിന്റെ ബ്രാൻഡ് അംബാസഡർ. നീ മെക്ലാറിനാണോ സപ്പോർട്ട് ചെയ്യണത്? നമ്മളിപ്പോ ശരണ്ന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ശരൺ പ്രത്യക്ഷപ്പെട്ടു. വാട്ട് ഈസ് ദിസ്? ഞാൻ പറയുന്നത് ഇല്ലല്ലേ? ഹോം കമ്മിങ് ആണ് ഗൈസ്. അപ്പൊ എന്തായാലും നമ്മൾ ഇറങ്ങിയായിരുന്നു ഗൈസ്. ശരി, ബൈ. എങ്ങനെ നമ്മൾ വീട്ടിൽ വന്നിരിക്കുകയാണ്. ഫ്ലാറ്റ് ആണ് അല്ല, അപ് ടു 50% ഓഫ്. പുതിയ കണ്ണാടി മേടിക്കണം ഗൈസ്. ഇത് പഴയതായി. പുതിയ ഫ്രീ എല്ലാ ബിൽഡിങ്ങിനെയും ലിഫ്റ്റിലാണ്. യെസ്, അതാണ് എഡ്ജിന്റെ പവർ, ഇവന്റെ പവർ. ഇത് നമ്മൾ ഇങ്ങോട്ട് പോകും, രാത്രി ഇറങ്ങുന്നുണ്ടോ പുറത്ത്? വാല്യൂ കളിക്കണം. വാല്യൂ കളിക്കണമെന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് എന്തെങ്കിലും തിന്നെ അതേതാണ്. ഹോം മെയ്ഡ് നൂഡിൽസ് ഉമ്മ ഉണ്ടാക്കിയതാണ്. ദുബായിൽ നിന്ന് എന്തായാലും നൂഡിൽസ് കൊണ്ടുവന്നുണ്ട്. സ്പൈസി നൂഡിൽസിൽ മുട്ടയൊക്കെ ഇട്ടിട്ട് അടുത്തൊരു സംഭവമാണ്. കഴിച്ചോട്ടെ. അത് ഞാൻ കുറച്ചൊന്ന് ട്രാൻസ്ഫർ ചെയ്തു എടുത്തിട്ട് വരാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ടേസ്റ്റ് ടെസ്റ്റാണ്. നോക്കട്ടെ കൊള്ളാവില്ല എന്നുള്ളത്. വല്ലാത്ത പൊസിഷനിലാണ് വെച്ചേക്കുന്നത്. സൂപ്പർ ടേസ്റ്റ്. നല്ല സ്പൈസിയും അതിൽ മുട്ടയൊക്കെ ഇട്ട് നല്ല യമ്മിയാണ് ഗൈസ്. നല്ല അടിപൊളിയായിട്ട് നൂഡിൽസ് ഉണ്ടാക്കും ഈ ഹോം മെയ്ഡ് സാധനം. ഷാസിനും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവൻ ദുബായിൽ നിന്ന് തന്നെ അത് വാങ്ങിച്ചുകൊണ്ട് വന്നത് പറയാം. സോ കഴിച്ചിട്ട് വരാം ഗൈസ്. ബൈ ഗൈസ്. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ബാക്കി നാളെ സിനിമ കാണൽ അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ടെന്ന് തോന്നുന്നു. യാസർ ചിലപ്പോൾ വരും. അപ്പം അങ്ങനെ ബാക്കിയുള്ളത് നാളെ. അപ്പം ഇതിപ്പോൾ ഒരുമാതിരി ഡെയിലി വ്ളോഗ് പോലെ ഞാൻ നോക്കാം ഗൈസ്. മാക്സിമം ഇതിപ്പോൾ ചെയ്തൊന്ന് ശീലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മേ ബി അതൊരു എന്താ പറയുക, ഒരു ഹാബിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം എന്നും ഡെയിലി വ്ളോഗ് ഇടാന്നുള്ളൊരു സെറ്റപ്പിലാണ്. സോ നോക്കാം, ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ദിവസവും നടക്കുന്ന സാധനങ്ങൾ ഞാൻ വ്ളോഗായിട്ടിടാം ഗൈസ്. അതേ നടക്കത്തുള്ളൂ. ലെറ്റ് സി. അതൊന്ന് യൂസ് ടു ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊരു ഈസി പ്രോസസ്സ് ആവാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ കൂടെ കൊണ്ടുപോകും. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു. ടേക്ക് കെയർ ഗൈസ്. ഗുഡ് നൈറ്റ്. ബൈ ബൈ. അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.